പാഠം 725. ഒരു നല്ല സ്ഥാനാർത്ഥിയെ തേടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം മുറുകുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതോടെ മത്സരരംഗം കൊഴുത്തു. വീട് കയറിയുള്ള പ്രചരണവും കാര്യമായി മുന്നേറുകയാണ്. പഞ്ചായത്ത് തല. എന്താണ് പത്രത്തെ വലിയ വിശേഷം? നമ്മുടെ നാട്ടിൽ അടുത്ത 2-ാം തീയതിയും 5-ാം തീയതിയുമായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിൽ വലിയ എന്ത് വാർത്തയാണുള്ളത്? ഒന്നും പറയാതിരിക്കാൻ മോനട്ടാ നല്ലത്. നാട് മുഴുവൻ വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥികൾ ചുറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുക. പഞ്ചായത്തിലേക്ക്, ബ്ലോക്കിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് വന്ന് വന്ന് ആരൊക്കെ എങ്ങോട്ടൊക്കെയാ മത്സരിക്കുന്നതെന്ന് പോലും നിശ്ചയില്ല. കഷ്ടം. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് പോലും നിനക്കറിയില്ല. പിന്നെ നിനക്ക് എന്താ അറിയാവുന്നേ? പത്രം വായിക്കണമെങ്കിൽ പത്രം ഇരുന്ന് വായിക്കുക, ചായ കുടിക്കുന്നെങ്കിൽ ചായ കുടിക്കുക, എന്നിട്ട് വേഗം ആഫീസിൽ പോകാൻ നോക്ക്. അതിനിടയിൽ എന്നെ രാഷ്ട്രം പഠിപ്പിക്കാൻ വരണ്ട. കഷ്ടം. ജനാധിപത്യ ബോധമില്ലാത്ത ഇവളെപ്പോലുള്ള വിവരദോഷികളാണ് ഈ നാടിന്റെ ശാപം. ഹലോ, അതെ, ആ സത്യപാലനായിരുന്നോ? ഇതെന്താ രാവിലെ? ആ മോഹനേട്ടൻ ഉണ്ട്. മോഹനേട്ടനുമായിട്ട് എന്താ ഇടപാട്? ഓ അതെയോ, വേണ്ട വേണ്ട, സത്യപാലൻ തന്നെ ചോദിച്ചാ മതി. ഞാൻ മോഹനേട്ടൻ വിളിക്കാം. മോഹനേട്ടാ, ഇപ്പൊ വരും, ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിൽ അത്ര വലിയ കുഴപ്പക്കാരനൊന്നുമല്ല എന്റെ മോനേട്ടൻ. നിയമം വിട്ട് എന്റെ മോനേട്ടൻ ഒന്നും ചെയ്യില്ലെന്ന് മാത്രം. ആ മോനേട്ടൻ വന്ന് ഞാൻ കൊടുക്കാം. സത്യപാലൻ. ഏത് സത്യപാലൻ? ഓ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലൻ. നിന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനാണ്. ഹലോ, അതെ, അതിനെന്താ? വസ്തുവിന്റെ ആധാരത്തിന്റെ അസലും പകർപ്പും മുന്നാധാരത്തിന്റെ പകർപ്പും കരമടച്ച രസീതുമായിട്ട് ഒരു അപേക്ഷ തന്നാൽ 3 ദിവസത്തിനകം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കും. അല്ല, സത്യപരം വരണമെന്നില്ല, ആരെങ്കിലും അയച്ചാൽ മതി. വേണ്ട, ഇങ്ങോട്ട് വരണ്ട, ആഫീസിൽ വന്നാൽ മതി. അപേക്ഷയുമായി ഇങ്ങോട്ട് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല, ആഫീസിൽ വന്നാൽ മതിയെന്ന്. കഴിഞ്ഞ മാസം ഏതോ ഒരു കേസിന്റെ കാര്യം നിന്നോട് പറയാൻ സത്യപാലൻ ഇവിടെ വന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അയാൾ 4 ചായയും 2 ഏത്തപ്പഴം പുഴുങ്ങിയതും 2 അച്ചപ്പവും 400 ഗ്രാം കപ്പ വറുത്തതും കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഒരുത്തനെ ഇനിയും എന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയാൽ കാലിയാകുന്നത് എന്റെ പോക്കറ്റാണ്. അതുകൊണ്ടാണ് സത്യപാലനോട് വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞത്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കൻ. വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ കൊടുത്തതിന് കണക്ക് പറയുന്നു. ഇത് ശുദ്ധ നാണക്കേടാണേ. വീട്ടിൽ വന്ന ഒരാളെ ഭക്ഷണം കഴിച്ചതിനെ കണക്ക് പറഞ്ഞ് കുറ്റം പറയുന്നത് ഏത് നാട്ടിലെ മര്യാദയാ? എന്റെ എത്രയോ പരിചയക്കാരിവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ സത്യപാലൻ കഴിച്ചതുപോലെ വലിച്ചു വാരി ആർത്തി കൊണ്ടാണോ കഴിച്ചത്? അല്ല, വളരെ മാന്യമായിട്ട് എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തിയിട്ട് പോകും, അത്രേ ഉള്ളൂ. അങ്ങനെയല്ലേ വേണ്ടത്? പണ്ട് സാറിനെ പെണ്ണ് കാണുമെന്ന് ഓർമ്മയുണ്ടോ? എന്റെ മുഖത്തൊന്നും നോക്ക് പോലും ചെയ്യാതെ ഒറ്റയിരിപ്പിന് 1.5 കിലോ ഉപ്പേരി ഞം ഞം ഞമെന്ന് വാരി വിഴുങ്ങിയതേ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അതോ? അതാർത്തി കാരണമൊന്നല്ല. എന്റെ മോന്ത നോക്കുന്നതിനേക്കാൾ നല്ലത് ഉപ്പേരിൽ നോക്കുന്നതാണ് നല്ലതെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അത്രയ്ക്ക് മോശപ്പെട്ട മോന്തയായിരുന്നെങ്കിലേ പിന്നെ എന്തിനാണോ അതിനെ കിട്ടിയത്? മോഹനേട്ടാ, വീണെടുത്ത് കിടന്നിങ്ങനെ ഉരുണ്ടിട്ട് കാര്യമില്ല കേട്ടോ. എന്റെ പരിചയക്കാരോ ബന്ധുക്കളോ ഇവിടെ വരുന്ന കാര്യം പറയുമ്പോഴേ പണ്ട് തൊട്ടേ മോഹനേട്ടൻ ഇങ്ങനെ ഒരു ചൊറിച്ചിലുള്ളതാ. അത് വേറൊന്നും കൊണ്ടല്ല, ഒടുക്കത്തെ പിശുക്കുണ്ട്. എന്റെ ഈശ്വര, ഇങ്ങനെ ആർക്കും കൊടുക്കാതെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് ഒടുവിൽ ചത്തു പോകുമ്പോ ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയെന്തോ? പോയി നോക്കിയാലേ അറിയാൻ പറ്റൂ. എനിക്ക് ജോലി മോശമില്ല.
കുടിച്ചേട്ടൻ എന്താ ഈ വഴിക്ക്? അത് കൊള്ളാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ വരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഗോപാലൻകുട്ടി ചേട്ടൻ മത്സരിക്കുന്നത് ഈ വാർഡിലല്ലോ, അതുകൊണ്ട് വോട്ട് ചോദിക്കാൻ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ, അത് ഓർത്ത് വെച്ചതാ. അല്ല, ഞാൻ മത്സരിക്കുന്നത് ഈ വാർഡിലല്ല എന്നുള്ള നേരാ. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഈ വാർഡിലുണ്ടല്ലോ. മോഹനകൃഷ്ണനാവുമ്പോ ഈ വാർഡിലെ പ്രധാന സർക്കാർ ഉദ്യോഗസ്ഥൻ. അപ്പൊ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? ഗോപാലൻകുട്ടി ചേട്ടൻ വരൂ, നമുക്ക് അകത്തിരിക്കാം. ആയിക്കോട്ടെ. വരൂ. ഭാമേ, ഇവിടെ വരൂ. സത്യം പറയാലോ മോഹനകൃഷ്ണ, ഈ വാർഡിൽ മത്സരിക്കാനായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ തോന്നി ഈ വാർഡിൽ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ജയിക്കും. പക്ഷെ 10ാം വാർഡിൽ ഞാൻ മത്സരിച്ചാലേ ജയിക്കുമെന്ന്. അത് നന്നായി. പിന്നെ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായതുകൊണ്ട് ഏതെങ്കിലും കഴിവുള്ള ഒരു പെണ്ണിനെ ഏതെങ്കിലും വാർഡിൽ നിർത്തി ജയിപ്പിക്കുകയും വേണം. അത് വേണം. സത്യം പറയാലോ ഗോപാലൻകുട്ടി ചേട്ടാ, എനിക്ക് തെരഞ്ഞെടുപ്പും ജനാധിപത്യവും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരു കാര്യം. പക്ഷെ എന്ത് ചെയ്യാം, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി പോയില്ലേ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പറ്റില്ല, പ്രചരണം നടത്താനും പറ്റില്ല. ഞാൻ സത്യഭാമയെ കൂടി കാണാനാ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് എന്നെ വോട്ട് ചെയ്യണം. ഞാനും മോഹനോട് അതിനെപ്പറ്റി പറയായിരുന്നു. വാർഡും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും ഒക്കെ ആയിട്ട് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന് പോലും നിശ്ചയില്ല. നിശ്ചയമില്ലാത്തത് ഭാമയ്ക്ക. എങ്ങനെ നിശ്ചയം ഉണ്ടാവനാ? രാഷ്ട്രീയത്തിലോ തെരഞ്ഞെടുപ്പിലോ ഒന്നും താല്പര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ എന്റെ ഭാര്യയ്ക്ക് തീരെ ലോകവിവരമില്ലെന്ന് നാട്ടുകാരറിഞ്ഞാൽ ഞെട്ടും. നോക്കി നിൽക്കാതെ പോയി ചായ എടുക്ക്. ചായ എടുക്കാൻ അറിഞ്ഞൂടെ? എന്നെപ്പോലുള്ളവർക്ക് ആകെ അറിയാവുന്ന അതാണല്ലോ. പാലില്ല മോനട്ടാ. പാലില്ലേ? എന്താ പാലില്ലാത്തത്? ഞാൻ ഇന്നലെ വാങ്ങിക്കൊണ്ടത് പാലെന്ത് ചെയ്തു? അതുകൊണ്ടല്ലേ ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കിയത്. അല്ല, ചായ വേണമെന്നില്ല, ഞാൻ ഇറങ്ങുക. ഒരുപാട് വീടുകളിൽ ഇനിയും പോകാനുണ്ട്. എന്നാലും പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ കയറി വന്നിട്ട് ഒരു ചായ പോലും തരാൻ പറ്റില്ല, എന്തൊരു കഷ്ടമാണ്. അല്ല, ഇതാണ് ഞാൻ പറയുന്നത്. വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെങ്കിൽ ആണുങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടും. അല്ല മോഹനകൃഷ്ണ, അറിയാൻ പോലും ആയിക്കോല, അടിസ്ഥാന കാര്യം പോലും അറിയില്ല. ആ വിഷയം വിട് മോഹനകൃഷ്ണ. എന്തായാലും മോഹനകൃഷ്ണനെ നേരിൽ കാണാൻ പറ്റിയല്ലോ. ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞ് കാണാം. എന്താ? അപ്പോ വോട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ. ഗോപാലൻകുട്ടി ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോളൂ. കാര്യം ഞാൻ ഏറ്റു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഭാമേ, കുറച്ചു മുമ്പേ നീ എന്താ പറഞ്ഞത്? വീട്ടിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് കണക്ക് പറയുന്ന ആളാണ് ഞാൻ എന്ന്. ഇപ്പൊ എന്താ ഉണ്ടായത്? നിന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലൻ എന്ന കേസില്ല വക്കീൽ ഇവിടെ വന്നപ്പോ കുടിക്കാൻ ചായയും കഴിക്കാൻ ഏത്തപ്പഴവും അച്ചപ്പവും കാവർത്തതും. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടൻ വന്നപ്പോ ഒരു ചായ പോലും കുടിക്കാൻ കൊടുക്കാനില്ല. എന്തൊരു കഷ്ടമാണ്. എന്നിങ്ങനെ കുറ്റം പറഞ്ഞ എന്തിനാണ് മോനട്ടാ? പാല് തീർന്നു പോയി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് നാട്ടിലെ പ്രമുഖരായ ജനപ്രതിനിധികൾ വീട്ടിൽ കയറി വന്നിരിക്കും. ഞാൻ ഒരു വില്ലേജ് ഓഫീസർ ആയതുകൊണ്ടും നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടും എന്റെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാൻ ഗോപാലൻകുട്ടി ചേട്ടനെ പോലുള്ളവർ വരുമെന്ന് നീ മുൻകൂട്ടി അറിയണമായിരുന്നു. അങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവ് മോഹനേട്ടൻ ഉണ്ടായിരുന്നെങ്കിലേ മോഹനേട്ടന് കുറച്ച് പാല് വാങ്ങി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പ്രസിഡന്റ് 1, 2, 3, 4 ചായ ഞാൻ കൊടുക്കില്ലായിരുന്നു. വീട്ടിലെ അടുക്കള കാര്യങ്ങൾ നോക്കുന്നത് പെണ്ണുങ്ങളാണ്. അടുക്കളയിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്ന് പെണ്ണുങ്ങൾക്കല്ലേ അറിയൂ. അത് നീ ശ്രദ്ധിക്കണമായിരുന്നു. വെറുതെ ഇങ്ങനെ തർക്കിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ചായ കിട്ടാത്തതിന്റെ പേരിൽ ഗോപാലൻകുട്ടി ചേട്ടൻ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ മോഹനേട്ടൻ മാത്രം എന്താണ്? ഗോപാലൻകുട്ടി ചേട്ടൻ എങ്ങനെ പരാതിപ്പെടും? അത്തരം നിസ്സാര കാര്യങ്ങൾ നീയാണ് ശ്രദ്ധിക്കേണ്ടിരുന്നത്. മതി മോഹനേട്ടാ. ഒരാള് വീട്ടിൽ കയറി വന്നു, അയാൾക്ക് ചായ കൊടുക്കാൻ പാലുണ്ടായിരുന്നില്ല. അത്രയല്ലേ ഉള്ളു കാര്യം. അതിന് വലിയ ഇത്രയും ബഹളം ഉണ്ടാക്കണോ? അത് ഒരു നിസ്സാര കാര്യമല്ല. വന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഒരു ജനപ്രതിനിധി.
തെരഞ്ഞെടുപ്പ് കാലത്ത് വീട്ടിൽ വന്ന് കയറുന്ന ഒരു ജനപ്രതിനിധിയോട് മാന്യമായി പെരുമാറാൻ നിനക്ക് അറിയില്ല. അത്രയാണ്. സത്യപാലൻ വക്കീൽ എന്ന് പറഞ്ഞ് ചായ കൊടുക്കാൻ പറ്റിയല്ലോ. ജനാധിപത്യത്തിൽ സത്യപാലനെ പോലുള്ള വക്കീലന്മാരെക്കാൾ വലുത് ജനപ്രതിനിധികളാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ ബഹുമാനിക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ മര്യാദയാണ്. നിനക്കിതൊന്നും അറിയില്ല. ഇനി ആ സത്യപാലൻ എന്ന് പറഞ്ഞ ഇവിടെ ഒന്ന് കയറി നോക്കട്ടെ. മാധവൻ കുട്ടിയുടെ കടയിൽ നല്ല തേങ്ങാപ്പിണ്ടാക്കുണ്ട്. അത് വാങ്ങി ഞാൻ വാക്കത്ത് കുത്തിക്കാം. വക്കീലേ, ഉത്തമം വിളിക്കുന്നു. എന്താ നോക്കട്ടെ. നമസ്കാരം വക്കീലേ. നമസ്കാരം. ആ ദാമോദര സാറിന്റെ കേസിന്റെ കാര്യം എന്താ തിരക്കാ എന്നോട് പറഞ്ഞിരുന്നേ. ഇന്നലെ ദാമോദര സാറ് വക്കീലിന്റെ ഫോണിൽ വിളിച്ചപ്പോ കിട്ടിയില്ലാന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ കോടതിയിലായിരുന്ന സമയത്തായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഓ, കോടതി കയറുമ്പോ ഫോൺ ഓഫ് ചെയ്തില്ലെങ്കിലേ വിവരം അറിയും. വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ ഒക്കെ ആണെങ്കിൽ മൊബൈൽ കൊണ്ടുപോകാം, ഒച്ചയും ബഹളം ഉണ്ടാക്കാം, വേണമെങ്കിൽ പാട്ട് പാടുകയോ ഡാൻസ് കളിക്കോ ചീട്ട് കളിക്കോ വരെ ചെയ്യാം. പക്ഷെ കോടതിയിലൊന്നും നടക്കില്ല ഉത്തമ. കള്ളന്മാരും കൊലപാതകികളും പോക്കരെടുക്കാരും വരുന്ന ഒരു സ്ഥലമാണ് കോടതി എന്ന കാര്യത്തിൽ ഉത്തമൻ സംശയമില്ലല്ലോ. അക്കൂട്ടത്തിൽ സാമൂഹ്യ വിരുദ്ധരെ സഹായിച്ച് കാശുണ്ടാക്കുന്ന കുറെ വക്കോലന്മാരും. അതിനേക്കാൾ ഭേദം വില്ലേജ് ഓഫീസാണ്. നിങ്ങൾ തമ്മില് ഇന്ന് ആദ്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തെ ഓർത്ത് എന്നെ അതിലേക്ക് വലിച്ചഴക്കരുത്. വക്കീലെ, ദാമോദര സാറിന്റെ അടുത്ത് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് പോയേക്കാം. ഇന്ന് ഉച്ചയ്ക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പറ ദാമോദര സാറിനോട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ദാമോദര സാറിന് പോലും ഒരാവശ്യം വന്നപ്പോ വക്കീൽ വേണ്ടി വന്നു. ഇവിടെ ഒരു വില്ലേജ് ഓഫീസറുള്ളത് പഞ്ചായത്ത് മെമ്പറാണ് വലിയ ആള് എന്ന് പറഞ്ഞ് നടക്കുന്നു. ഞാൻ ഇറങ്ങട്ടെ സാറേ. ഉത്തമ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധിയാണോ വക്കീലാണോ വലുത്? അങ്ങനെയൊക്കെ ചോദിച്ച ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ വക്കോലാണോ വലുത്? അത് പറയൂ. അതിപ്പോ സാറേ നമ്മുടെ ആവശ്യം പോലെ ഇരിക്കും. പഞ്ചായത്തിൽ നിന്ന് നടക്കേണ്ട ഒരു ആവശ്യം വരുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വലുത്. കോടതിയിൽ ഒരു ആവശ്യം വരുമ്പോ വക്കീലാണ് വലുത്. അല്ല, ഇനിയിപ്പോ ഈ ആവശ്യം കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെയോ വരുമാന സർട്ടിഫിക്കറ്റിന്റെയോ പോക്കുവരവിന്റെയോ കാര്യമാണെങ്കിൽ വില്ലേജ് ഓഫീസറാണ് ഏറ്റവും വലുത്. ഞാൻ ചോദിച്ചത് അതല്ല. എനിക്കറിയാവുന്നത് ഇതേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ സംഗതി പ്രശ്നമാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഇറങ്ങുന്ന സാറേ, പിറകെ വിളിക്കല്ലേ. ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പിനെയും പറ്റി ഒന്നും അറിയാത്ത കഴുതകൾ. ഇവരൊക്കെ ജീവിക്കുന്ന ഒരു രാജ്യം എങ്ങനെ രക്ഷപ്പെടും? ഈശ്വരാ, സ്ഥാനാർത്ഥികളെ തട്ടിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്ന് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ വരുന്നവരെ 4 സ്ഥാനാർത്ഥികളെ വഴി തടഞ്ഞു നിർത്തി വോട്ട് ചോദിച്ചത്. വഴി തടഞ്ഞു നിർത്തുന്നത് സഹിക്കാൻ പ്രഭേ. വൈകുന്നേരം ആപ്പീസിൽ നിന്ന് വീട്ടിൽ ചെന്ന മനസമാധാനം കിട്ടൂ. അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഓരോ സ്ഥാനാർത്ഥികളും കയറി വരും. ഹോ, ഇത് വലിയ കഷ്ടം തന്നെയാ. സാധാരണ വരുന്നവര് ഡ്രോയിങ് റൂമിലോ വരാന്തയിലോ ഇരിക്കും. ഇതങ്ങനെ അല്ലല്ലോ. നേരെ അടുക്കളയിലേക്ക് കയറി വരികയല്ലേ. വന്ന് കയറിയാലോ ഒരു നാണവും ഇല്ലാതെ കൈ കെട്ടി എന്തും എടുത്ത് കഴിക്കും. ഇന്നലത്തെ കാര്യം കേൾക്കണോ കാഞ്ഞിന് സാറേ? അച്ഛൻ അത്താഴം കഴിക്കാറില്ല. പകരം ഒരു ആപ്പിളോ പൂവമ്പഴോ കഴിക്കും. ഇന്നലെ ആകെ ഉണ്ടായിരുന്ന ഒരു പൂവമ്പഴം. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വത്സല അതെടുത്ത് കഴിച്ചിട്ട് അങ്ങ് പോയി. വിശന്നിട്ടായിരിക്കും പ്രൊഫസറെ. രാവിലെ നാട് മുഴുവനെ തെണ്ടി നടന്ന് വോട്ട് പിടിക്കുകയല്ലേ. അതിനിടയിൽ തിന്നാൻ കിട്ടിയാൽ തന്നെ ഭാഗ്യം. ഇങ്ങനെ പട്ടിണി കിടന്ന് വോട്ട് പിടിക്കാൻ നമ്മൾ അവരോട് പറഞ്ഞോ? പറയുന്ന കേട്ടാ നമ്മൾ അവരെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയല്ലോ തോന്നും. എന്തിനാ ഈ പണിക്ക് ഇറങ്ങുന്നത്? സ്വയംപ്രഭേ, സ്വയംപ്രഭയുടെ അനുജനെ കഴിഞ്ഞ മാസം പോലീസ് പിടിച്ചത് ഓർമ്മയുണ്ടോ? ബസ് തടഞ്ഞ് ഡ്രൈവറെ തല്ലിയതിന്. അത് പിന്നെ ബസ്സുകാരെ അവനെ ചീത്ത വിളിച്ചോണ്ടല്ലേ? ആയിരിക്കും. അനുജനെ പോലീസ് പിടിച്ചപ്പോൾ സ്വയംപ്രഭ എന്താ ചെയ്തത്? അത് പിന്നെ ഞാൻ പറയാം. നേരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട്ടിൽ കയറി ചെന്ന് കാര്യം പറഞ്ഞു. രാത്രി 10 മണിക്ക്. ശരിയല്ലേ? രാത്രി തന്നെ ഗോപാലൻകുട്ടി ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അനുജനെ ഇറക്കിക്കൊണ്ടുവന്നു. സ്വയംപ്രഭയും കാഞ്ചനയും പോലെ രാത്രിയിൽ സ്വന്തം വീട്ടിൽ മനസമാധാനമായിട്ടിരിക്കണമെന്ന് ഗോപാലൻകുട്ടി ചേട്ടൻ കരുതിയിരുന്നെങ്കിലോ?
ഈ സ്ഥാനാർത്ഥികളെ കൊണ്ട് പ്രചരണ കാലത്ത് മാത്രമല്ലേ നിങ്ങൾക്ക് ശല്യമുള്ളൂ? അത് കഴിഞ്ഞ് അടുത്ത 5 കൊല്ലം വരെ ഓരോ ആവശ്യത്തിനും നിങ്ങൾക്ക് ഏത് നേരത്തും അവരെ അന്വേഷിച്ചെല്ലാമല്ലോ. സ്വയംപ്രഭേ, നാട്ടിൽ ജനാധിപത്യമുള്ളത് കൊണ്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു നടക്കാം. ഇല്ലെങ്കിൽ വാ മൂടിക്കെട്ടി വീട്ടിലിരിക്കേണ്ടി വരും. അത് മറക്കണ്ട. ഇങ്ങനെ കഷ്ടം തന്നെ. ആവലാദികൾക്ക് നേരെ കണ്ണടയ്ക്കാതെ, ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കാതെ, എന്നും നാടിന്റെയും നാട്ടാരുടെയും വികാരങ്ങൾ മൊത്തം ചേർന്ന് നിന്ന അടിസ്ഥാന വർഗ സിദ്ധാന്തത്തിന്റെ ഉദയിൽ നിന്ന് ഉയർക്കൊണ്ട വായ്ത്തല മടങ്ങാത്ത വാക്കിലും പ്രവൃത്തിയിലും ആത്മാർത്ഥതയിലും അന്നും ഇന്നും എന്താ എല്ലാരും കൂടി? അതെന്ത് ചോദ്യം സാറേ? തെരഞ്ഞെടുപ്പായിട്ട് വോട്ട് ചോദിക്കാൻ വന്നല്ലേ ഞങ്ങള്? അല്ല, എല്ലാരും കൂടെ ഒരുമിച്ച് കണ്ടപ്പോ ഞാൻ പേടിച്ചുപോയി. ഞാനാണ് 8ാം വാർഡിലെ സ്ഥാനാർത്ഥി. ഇത് ഗോവിന്ദൻ, ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി. ഇത് ജോണിക്കുട്ടി, ജില്ലാ പഞ്ചായത്തിലേക്കുള്ളത്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാ. ശരി. വോട്ടിന്റെയും ചിഹ്നത്തിന്റെയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസ്താവനയും വക്കീലിലേക്ക് കൊടുത്തിട്ടുണ്ട്. ശരി, ആയിക്കോട്ടെ. അപ്പൊ കാണാം. അല്ല, വക്കീല് നിർബന്ധിച്ച് നിൽക്കാൻ പറഞ്ഞോടാ ഞങ്ങൾ നിന്നത്. നിർബന്ധിച്ച് നിൽക്കാൻ പറഞ്ഞു? എന്തിന്? ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്കും വക്കീല് പറഞ്ഞു നിൽക്കാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നത്. ഓ, ഞാൻ വരുന്ന സമയമായതുകൊണ്ടാവും അവളങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പറഞ്ഞാൽ അവർക്ക് വലിയ പിടിയില്ല. ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം. വലിയ വക്കീലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? രാഷ്ട്രീയമൊക്കെ നമ്മൾ ആണുങ്ങളെ പോലെ അവർക്ക് അറിയില്ലല്ലോ. എന്തായാലും ഞാൻ വരുന്നത് വരെ നിങ്ങൾ നിന്നതിൽ വളരെ സന്തോഷം. അപ്പോ ഇലക്ഷൻ ഇന്ന് കാണാം. ശരി. ആഹാ, മോഹനേട്ടൻ വന്നോ? ഇവിടെ എന്ത് പെണ്ണ് കാണാമെന്നോ ആരെങ്കിലും? ഞാനേ ഇവർക്ക് ചായ എടുക്കാൻ പോയതായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം തന്നെ തെരഞ്ഞെടുപ്പല്ലേ? അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വീട്ടിൽ വരുമ്പോ ഒരു ചായ എങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് ജനാധിപത്യത്തെ അവഹേളിക്കുന്ന തുല്യല്ലേ? അല്ലേ? ചായ മാത്രമല്ല കേട്ടോ, ഏത്തപ്പഴം ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരും നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കപ്പയും മീനും ഒക്കെ ഉണ്ടാക്കി വെച്ചേനെ. അയ്യോ, അത്രയൊക്കെ വേണോ? വേണം. ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പാണ് ഏറ്റവും വലുത്, കപ്പയും മീനും അല്ല. നിങ്ങളൊക്കെ നിൽക്കേ, ഞാൻ പഴം പുഴുങ്ങിയത് ഇപ്പൊ എടുത്തിട്ട് വരാം. കഴിച്ചിട്ടേ പോകണല്ലേ? അയ്യോ, മോനോട് ഞാൻ ചായ എടുത്തില്ലല്ലോ. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ഇതാണോ സാറ് പറഞ്ഞത് വക്കീലിന് രാഷ്ട്രീയം അറിയില്ലെന്ന്? വക്കീലിന്റെ അത്രയും രാഷ്ട്രീയ ബോധമുള്ള പെൺകുട്ടികൾ ഈ സംസ്ഥാനത്തുണ്ടാവുകയില്ല. എന്നാൽ സാറിന്റെ ഭാഗ്യം ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയല്ലോ. ഭയങ്കര ഭാഗ്യം തന്നെ. ഞാനിപ്പോ വരാം. കുടിച്ചോ കുടിച്ചോ. കുടിച്ചോ. ഇന്നത്തെ കാപ്പി കുടിയുടെ ചെലവ് ലാഭിച്ചു. അതുകൊണ്ട് വൈകുന്നേരം നമുക്ക് 2 കുപ്പി എടുക്കാം. അവനപ്പം കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ ഗുലുമാൽ ഗുലുമാൽ, പരസ്പരം കുടിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? വഴിയെ പോകുന്ന ആളുകളെല്ലാം വീട്ടിൽ വിളിച്ചു വരുത്തി ചായ കൊടുക്കാൻ ഇവിടെ എന്താ 16 നേരോ? ഇങ്ങനെ പറയല്ലേ എന്റെ മോനേട്ടാ. രാവിലെ ഗോപാലൻ കുട്ടിച്ചേട്ടന് ചായ കൊടുക്കാൻ പറഞ്ഞപ്പോ പാല് തീർന്നു പോയി എന്ന് ഞാൻ പറഞ്ഞതിന് മോഹനേട്ടൻ ഗോപാലൻ കുട്ടിച്ചേട്ടന് മുന്നിൽ വെച്ച് എന്നെ എന്തെല്ലാമൊക്കെയാണ് പറഞ്ഞത്. അതിന് മോഹനേട്ടൻ കണ്ടുപിടിച്ച വഴിയോ ജനാധിപത്യവും തെരഞ്ഞെടുപ്പും. ഞാനും അതേ വഴിയും തിരിച്ചു പ്രയോഗിച്ചു നോക്കിയതാ. സത്യപാലൻ ഇവിടെ വന്നപ്പോ ഞാനൊരു ചായ കൊടുത്തതിന്റെ ദേഷ്യത്തിലാണ് മോഹനേട്ടൻ വഴക്കിന് തുടക്കമിട്ടെന്ന് എനിക്കറിയാം. എന്തായാലും അനുസരണയുള്ള ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ എന്റെ ഭർത്താവിന്റെ ഉപദേശം അക്ഷരം പ്രതി അനുസരിക്കാൻ തീരുമാനിച്ചു. ഇനി മുതൽ രാഷ്ട്രീയത്തിന്റെയോ തെരഞ്ഞെടുപ്പിന്റെയോ ജനാധിപത്യത്തിന്റെയോ പേര് പറഞ്ഞ് ഇവിടെ ആര് കയറി വന്നാലും ഞാൻ അവർക്കൊക്കെ ചായ കൊടുക്കും. ഇവിടെ പാലില്ലെങ്കിൽ ഞാൻ പോയി മേടിച്ചോണ്ട് വന്ന് ചായ കൊടുക്കും.
അങ്ങനെ എല്ലാവർക്കും ചായ കൊടുക്കുന്നത് വേണ്ട. ഗോപാലൻകുട്ടി ചേട്ടനെ പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലുള്ളവരൊക്കെ വന്നാൽ കൊടുത്താൽ മതി. അതെന്ത് മര്യാദയാ മോഹനേട്ടാ? ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾ എല്ലാവരും വലിയ ആളുകളല്ലേ? അപ്പൊ അവർക്ക് എല്ലാവർക്കും ചായ കൊടുക്കണ്ടേ? അപ്പൊ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നമ്മൾ വോട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ എല്ലാവർക്കും ചായ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്കൊക്കെ കൊടുക്കണം? നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അവർക്ക് കൊടുത്താൽ മതിയോ? മോഹനേട്ടൻ ആർക്കാ വോട്ട് ചെയ്യുന്നേ അത് പറ. അത് പറഞ്ഞല്ലേ എനിക്ക് ആളെ നോക്കി ചായ കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, ഇനി ഈ കാര്യം പറഞ്ഞാൽ കളിയാക്കണ്ട. ചായ എടുക്കട്ടെ. തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്ഥാനാർത്ഥികൾ പലരുണ്ടാവും. അതിൽ ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് യുക്തിയും സാമാന്യ ബുദ്ധിയും ഉപയോഗിച്ചാവുന്നതാണ് നല്ലതെന്ന് മാത്രം ഉപദേശിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.